മദ്യനികുതിയിൽ വിവാദം നുരഞ്ഞു പൊന്തിയതോടെ UDF യോഗം ഇപ്പോൾ നിർണായകമാകുന്നു. വിഷയത്തിൽ കോൺഗ്രസിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി. ഇനിയിപ്പോൾ VD സതീശന് മുന്നണിയിലും വെല്ലുവിളികൾ ഏറെയാണ്. മുസ്ലിം ലീഗിന്റെ എതിർപ്പ് ഇതിൽ വലിയ കടമ്പയാകും. മദ്യനയം ചർച്ചയ്ക്ക് വരുമ്പോൾ നഖശിഖാന്തം എതിർക്കാനാണ് ലീഗിന്റെ തീരുമാനം. സജീഷ് ചേരുകയാണ്. സജീഷ്, മുസ്ലിം സംഘടനകളുടെ, മുസ്ലിം ലീഗിന്റെ ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ കാണുമ്പോൾ ഉറപ്പായും ഈ വിഷയം UDF-ൽ വരുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചകൾക്കിടയാക്കും. മുഖ്യമന്ത്രി തന്നെ വിമർശനത്തിന്റെ മുൾമുനയിലാകുമെന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും UDF യോഗം എന്ത് തീരുമാനിക്കുന്നു? സ്വാഭാവികമായ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമോ, U-ടേൺ അടിക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. വിനീത, ഇനി എല്ലാ കണ്ണുകളും UDF യോഗത്തിലേക്കാണ്. ഇന്നലെ ഈ വിഷയം വലിയ വിവാദമായതിന് പിന്നാലെ, എതിർപ്പുകൾ ശക്തമായതിന് പിന്നാലെ ഞങ്ങൾ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. UDF എന്ത് തീരുമാനിക്കുന്നുവോ അത് കൊടുക്കാമെങ്കിൽ അത് കൊടുക്കും, അല്ല കൊടുക്കണ്ട എന്നാണ് UDF തീരുമാനിക്കുന്നെങ്കിൽ അത് കൊടുക്കില്ല എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി എല്ലാ കണ്ണുകളും UDF യോഗത്തിലേക്കാണ്. എന്നാണ് UDF യോഗം ചേരുക എന്നതിൽ ഇപ്പോഴും വ്യക്തമാകുന്നിട്ടില്ല. കാരണം വളരെ വേഗം UDF യോഗം ചേരേണ്ടതുണ്ട്. അടുത്ത മാസം 1-ാം തീയതി ധനബിൽ അവതരിപ്പിക്കേണ്ടതാണ്. ഈ ധനബില്ലിൽ നികുതി ഘടന ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരു നയമുണ്ടാക്കിയിട്ടും UDF-ന് കാര്യമില്ല. അതുകൊണ്ട് വളരെ വേഗം UDF യോഗം ചേർന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിൽ ഏറെക്കുറെ ഒറ്റപ്പെട്ടു മദ്യനികുതി വിഷയത്തിൽ VD സതീശൻ. ഇനി UDF യോഗത്തിൽ ഏത് രീതിയിലുള്ള വിമർശനവും കടമ്പയുമാണ് സതീശന് മുന്നിലുള്ളതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷേ കുറേ കാര്യങ്ങൾ വ്യക്തമാണ്. അതിൽ ഏറ്റവും പ്രധാനം മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് അതിശക്തമായ എതിർപ്പുമായി രംഗത്ത് വരും എന്നുറപ്പാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്ററി യോഗത്തിലും മുതിർന്ന നേതാക്കളുടെ യോഗത്തിലും എല്ലാം തന്നെ എതിർപ്പ് ശക്തമാക്കാൻ ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. UDF യോഗത്തിൽ ഈ മദ്യത്തിന് നികുതി ഇളവുമായി ബന്ധപ്പെട്ട് നൽകിയ നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോകാൻ ലീഗ് ആവശ്യപ്പെടുമെന്ന്, അത് അതിശക്തമായി യോഗത്തിൽ ആവശ്യപ്പെടും. ആ നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ആവശ്യപ്പെടുമെന്നും ലീഗ് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ലീഗിന്റെ ഉൾപാർട്ടി ചർച്ചകളുണ്ട്. അതോടൊപ്പം തന്നെ ജോസഫ് വിഭാഗവും ഇതിനെ എതിർക്കാനാണ് സാധ്യത. ഒരുപക്ഷെ സതീശനൊപ്പം ഉണ്ടാവുക RSPയും ഒപ്പം തന്നെ CP ജോൺ പക്ഷവും മാത്രമായിരിക്കും. ശരി, അപ്പോഴും എന്ത് പറഞ്ഞ് ന്യായീകരിക്കും ഈ തീരുമാനത്തെ എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. മുഖ്യമന്ത്രി ഇതുവരെ വിശദമായൊരു മറുപടി നൽകിയിട്ടില്ല. എന്തിന് ഇത്തരം ഒരു തീരുമാനമെടുത്തു? വെറും നികുതിക്ക് വേണ്ടി മാത്രമാണെങ്കിൽ പോലും അത് സമൂഹത്ത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ബോധ്യമുണ്ടെന്നതാണ്. മദ്യനിരോധനം തന്നെ വേണം എന്നതാണ് ഇന്നിപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്. അപ്പോൾ മുസ്ലിം സംഘടനകൾ എതിർപ്പുണ്ട്, സഭാ വിഭാഗങ്ങൾക്ക് എതിർപ്പുണ്ട്, പാർട്ടിയിൽ തന്നെ മുതിർന്ന നേതാക്കൾ എതിർപ്പുയർത്തുന്നു, ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നിപ്പോൾ VM സുധീരൻ പറഞ്ഞത് പിണറായി വിജയന്റെ കാലം പോലെയല്ല, ഇവിടെ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് എന്ന മറ്റുള്ള പ്രതികരണമാണ് VM സുധീരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഇതിൽ U-ടേൺ അടിക്കുമോ മുഖ്യമന്ത്രി എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഏതായാലും